നമസ്കാരം. നിയമ നടപടികളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് പ്രവാസികളെ പലപ്പോഴും കുഴിയിൽ ചാടിക്കുന്നത്. വിസ ചട്ടലംഘനം, ബാധ്യതകൾ, പണമിടപാടുകൾ, ക്രിമിനൽ നടപടികൾ എന്നിവയെക്കുറിച്ച് ഭൂരിഭാഗം പ്രവാസികളും അജ്ഞരാണ്. ഇതാണ് അറിയാതെ കേസുകളുടെ ഊരാക്കുടുക്കിൽ അവരെ കൊണ്ടെത്തിക്കുന്നത്. നിയമസഹായ ഏജൻസികൾ കൈത്താങ്ങുമായി എത്തുമ്പോഴേക്കും ആൾ അഴിക്കുള്ളിലായിരിക്കും. ഇന്ത്യയിലേതുപോലെയല്ലല്ലോ ഗൾഫിലെ നീതിന്യായ വ്യവസ്ഥ. അറസ്റ്റും വിചാരണയും വിധിയുമൊക്കെ വളരെ പെട്ടെന്ന് നടക്കും. മലയാളികളടക്കം ലക്ഷക്കണക്കിന് പ്രവാസികൾ തൊഴിൽ ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ. നിർമ്മാണ തൊഴിലുകൾ, സൂപ്പർ മാർക്കറ്റുകളിലെയും ഓഫീസുകളിലെയും ജോലി എന്നിവ പോലെ ചെറുതും വലുതുമായ സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രവാസികളും വിദേശ രാജ്യങ്ങളിലുണ്ട്. ഇപ്പോഴിതാ പ്രവാസികൾക്ക് വൻ തുക പിഴ ലഭിക്കാനിടയാക്കുന്ന നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് സൗദി അറേബ്യ. ആരുടെ മതവികാരം വ്രണപ്പെട്ടാലും വേണ്ടില്ല, നമ്മുടെ കച്ചവടം നന്നാകണം എന്ന ചിന്തയുള്ള രാജ്യമല്ല സൗദി. മതപരമായി കടുത്ത നിഷ്കർഷത പുലർത്തുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ എന്ന് പറയാം. അവിടെ മതവികാരങ്ങൾ വ്രണപ്പെടുത്തുന്നതോ ദൈവങ്ങളുടെ പേരോ ഒന്നും ഇനിമേൽ ഉൽപ്പന്നങ്ങൾക്കോ വ്യാപാര സ്ഥാപനങ്ങൾക്കോ പോലും നൽകാൻ പാടില്ല. അങ്ങനെ നൽകിയാൽ കടുത്ത ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നതെന്ന് പറയാം. പുതിയ നിയമം സൗദി വ്യാപാര നിയമപ്രകാരം വ്യാപാര സ്ഥാപനങ്ങൾക്ക് മതപരവും സൈനികവും രാഷ്ട്രീയപരവുമായ നാമങ്ങൾ നൽകുന്നത് നിരോധിക്കുന്നുണ്ട്. മന്ത്രിമാരുടെ യോഗത്തിൽ പുതിയ വാണിജ്യ രജിസ്ട്രേഷൻ നിയമത്തിനും വ്യാപാര നാമ നിയമത്തിനും അംഗീകാരം നൽകിയിട്ടുണ്ട്. ഔദ്യോഗിക പത്രത്തിലൂടെയാണ് പുതിയ നിയമത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. നിയമം ലംഘിക്കുന്നവർക്ക് 50,000 റിയാൽ അല്ലെങ്കിൽ 11 ലക്ഷം രൂപ പിഴ ലഭിക്കും. എല്ലാ വ്യാപാരികളും സ്ഥാപനത്തിന്റെ പേര് വാണിജ്യ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. സ്ഥാപനത്തിന് പേര് നൽകാത്തവർക്കും 50,000 റിയാൽ പിഴ ഒടുക്കേണ്ടി വരും. പ്രാദേശിക, ദേശീയ, അന്തർദേശീയ സ്ഥാപനങ്ങളുടെ പേരുകളും മറ്റും വ്യാപാരികൾ ഉപയോഗിക്കാൻ പാടില്ല എന്നും പറഞ്ഞു വെക്കുന്നുണ്ട് സൗദി. പൊതുധാർമ്മികതയെ ബാധിക്കുന്ന പേരുകളോ ലോകപ്രശസ്തമായ ട്രേഡ് മാർക്കുകൾ, വ്യാപാര സ്ഥാപനങ്ങളുടെ പേരുകൾ എന്നിവയും റിസർവ് ചെയ്യാനോ രജിസ്റ്റർ ചെയ്യാനോ പാടില്ല. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പേരുകളും സ്ഥാപനങ്ങൾക്ക് നൽകുന്നതിന് വിലക്കുണ്ടെന്നും നിയമത്തിൽ പറയുന്നുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനും പേരുകളും ട്രേഡ് മാർക്കുകളും സംരക്ഷിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പുതിയ നിയമമെന്നാണ് സൗദി ചൂണ്ടിക്കാട്ടുന്നത്. അറബി വാക്കുകളോ സംഖ്യകളോ അടങ്ങിയ പേരുകൾ നൽകാൻ നിയമപ്രകാരം അനുവാദമുണ്ട്. രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തെറ്റായ വിവരങ്ങൾ നൽകുന്നവർക്കും പിഴ നൽകേണ്ടി വരും. നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത ശിക്ഷയിൽ നിന്ന് ഒഴിവാകാനുള്ള ഒരു കാരണമല്ല എന്നാണ് നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വം. വിദേശത്ത് പോകുന്നവർ നിർബന്ധമായും അവിടുത്തെ നിയമ സംവിധാനങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. അതിനുള്ള വിദ്യാഭ്യാസമോ സൗകര്യങ്ങളോ ഇല്ലാത്തവർ ഇത്തരത്തിൽ സഹായം നൽകുന്ന ഏജൻസികളെ സമീപിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓർക്കുക, മറ്റൊരു രാജ്യമാണ്. അവിടെ നമ്മുടെ കണക്കുകൂട്ടലുകൾ ചിലപ്പോൾ പിഴച്ചു പോയേക്കാം. പുതിയ നിയമത്തെക്കുറിച്ച് കാര്യങ്ങൾ വ്യക്തമായി അറിയാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിയമ നടപടിയും പിഴയും എല്ലാം നേരിടേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.